പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് അനന്തശിപ്പായി ഇന്നലെ പൊരേല് വന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ വന്നതാ. ഓരൊക്കെ വരാൻ 10 മണിയാവും. നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ. എങ്ങോട്ട് പോവാൻ? പൊരയിൽ ഇരിപ്പുറക്കാനിട്ടല്ലേ സുബൈക്കന്നെ ഇങ്ങോട്ട് പോന്നത്. ഓനിതങ്ങ് എടുത്തു തന്നാലെന്താ? അതിന് നേരവും കാലവും നോക്കണോ? നിങ്ങളൊന്ന് സഫൂറാക്ക്. സബൂറാക്കല്ല ഖദീജാക്ക്. നിനക്കിത് രണ്ടും ഒപ്പിട്ട് വാങ്ങിച്ചൂടായിരുന്നോ? എന്റെ പാസ്പോർട്ട് ഇന്റെ കയ്യിൽ തരൂലെന്ന് പറയുന്നത് എവിടത്തെ നിയമോ? ചില നേരത്തെ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ സ്വഭാവ. ഇരിക്കി. ദേ അബൂക്ക, ദേ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ദാ ഒപ്പിട്ടോളൂ. ദാ ഇവിടെ 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 ഇവിടെ. ചായ പൈസ എന്റെ ഒരു സന്തോഷത്തിന്. ഇന്റെ കയ്യിലെ മണ്ണ് അതിന്റെ മുകളിലാക്കണ്ട. നിങ്ങൾ തൊട്ടാ ഒരു കുഴപ്പമില്ല. ഞാൻ തൊട്ടാ അപ്പ അതിന്റെ മുകളിൽ മണ്ണായി. ഈ ഫോട്ടോയില് ഇന്നെ കാണാൻ നല്ല പത്രാസുണ്ട്. നോക്കിക്കോ.
അബുക്കയ്ക്ക് ഈ കൊല്ലം ഹജ്ജ് ചെയ്യാനുള്ള യോഗമുണ്ട്. നാളെ ഹജ്ജ് സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ട് മുംബൈക്ക് അയച്ചു തുടങ്ങും. പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ഉണ്ട്. ഹലോ സാർ, ബോസ് മുംബൈയിലാണ്. ഇല്ല, നിങ്ങളൊന്ന് നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. ഇല്ല, നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് സാറ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ. കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ 100-ന്റെയും 10-ന്റെയും നോട്ടുകളാ. 10-12 കൊല്ലമായിട്ടുള്ള എൻ്റെ ഐസുവിൻ്റെയും സൂക്ഷിപ്പുകളാ. റസിയ, ഒന്ന് ഇവിടം വരെ വരും. പണം അത് എത്ര രൂപ നോട്ടാണെങ്കിലും പണം പണം തന്നെ അല്ലേ അബുക്ക? എണ്ണി തിട്ടപ്പെടുത്താൻ കുറച്ച് സമയം കൂടുതലെടുക്കും, അത്രേ ഉള്ളൂ. അബുക്കയുടെയും ഭാര്യയുടെയും പാസ്പോർട്ടുകളാണ്. അടുത്ത ബാച്ചിൽ സ്റ്റാമ്പിങ്ങിന് അയച്ചോളൂ. ക്യാഷ് കൗണ്ട് ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ആ, ഹജ്ജ് ക്ലാസിൻ്റെ ഡേറ്റ് വാങ്ങിച്ചോളൂ. കൂടെ ചെന്നോളൂ. എന്താ ഇതിനെ? നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോയതാ. പോയ ബൂക്ക, ഉസ്താദ് പോയി. കാലത്ത് ഞാൻ ചായ ആയിട്ട് ചെന്നതാ. ഉസ്താദ് മരിച്ചു കിടക്കായിരുന്നു. അല്ലാ, മയ്യത്തിന് അവകാശം പറഞ്ഞ് താഴത്തങ്ങാടിക്കാരും മേലത്തങ്ങാടിക്കാരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉസ്താദ് പോയ ബുക്ക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തേ? കോടയുടെ ഇല്ലി വിട്ടിട്ടുണ്ട്. നീ ഇത് എവിടെ പോയിട്ട് വരിക? മെരുവമ്പായി പള്ളീൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. ദർസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവുന്ന ഒരു പോയതാ. ആടെ ചെന്നപ്പോൾ അറിയുന്നേ 2 ദിവസം ഒഴിവായത് കാരണം കുട്ടികളൊക്കെ നാട്ടിൽ പോയിരുന്നു. എങ്ങനെ ഉണ്ടോ കച്ചവടമൊക്കെ? നമ്മളൊക്കെ പഴഞ്ചന്മാരാണോ? കാലം മാറിയപ്പോൾ നമുക്ക് മാറാൻ പറ്റിയില്ല. ഞാൻ ഈ കൊടയും നീ അത്ര പെട്ടിയായിട്ട് നടന്നു. എനിക്കറിയോ, നമ്മളൊപ്പം മദ്രസയിൽ പഠിച്ചിരുന്ന റസ്കും പല ബിസ്ക്കറ്റും വിറ്റ് നടന്നിരുന്ന മുഹമ്മദ് കുഞ്ഞിന്. ഓനിപ്പം ടൗണിൽ 8 ബേക്കറികളാണ്. ഈ നേരത്തിലൂടെ ഓൻ്റെ കാറ് ചില നേരത്ത് ചെളി തെറിപ്പിച്ച് പോകാറുണ്ട്. പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മിടുക്ക് തന്നെയാണോ. പോരേൻ്റെ ആധാരം പണയം വെച്ച് സൊസൈറ്റിയിൽ നിന്ന് 2 ലക്ഷം ഉറുപ്പ്യ കടമെടുത്തിട്ടാ ചോറിൻ്റെ കല്യാണം നടത്തി. അതിൻ്റെ അടവ് തന്നെ വേണം മാസം 3500 ഉറുപ്പ്യ. ഞാനും പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലാടോ കയറ്റി. ട്രാവൽസിൽ പാസ്പോർട്ടും കുറച്ച് പൈസയും കൊടുത്തു. ബാക്കി പൈസ ശരിയാക്കണം. അസർ ബാങ്കും കൊടുത്തു. സമയം പോണൊരു പോക്കേ. വാ, നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. അല്ലാ, ജോൺസൺ അവിടെ അല്ല, ആരത്? അബുക്കോ? എന്താ ഈ വഴിക്ക്? എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം.
ഒരു അത്യാവശ്യമില്ല, നിങ്ങൾ വാ. ഉസ്താദ് മരിച്ചതിൽ പിന്നെ ഒരിടത്ത് ഇരിപ്പ് ഉറക്കണില്ല. എന്നും കാലത്ത് ഉസ്താദിന്റെ കബറിൽ 2 ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടേ എങ്ങോട്ടും പോവാറുള്ളൂ. നിങ്ങൾ ഇരിക്കാൻ ബുക്കാം. നിങ്ങൾ വന്ന കാര്യം പറ. എനിക്ക് ഐസൂനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്. കർത്താവേ, നന്നായി. ഞാനിപ്പോ അബുക്കാക്ക് എന്താ ചെയ്തു തരണ്ടേ? പണമൊക്കെ ശരിയായോ? ഇല്ല, അതിനുള്ള ഓട്ടപ്പാച്ചില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്തൊരു വരിക്കപ്ലാവുണ്ട്. അറിയാലോ, ഒരു 2-3 കൊല്ലം മുൻപ് ഞാൻ ആ പ്ലാവ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഇപ്പൊ കൊടുക്കുന്നില്ല, അതൊരു ആവശ്യത്തിന് നിർത്തിയേക്കാണെന്നാ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്. ആ ആവശ്യം ഇപ്പോൾ വന്നിരിക്കുക. നിങ്ങൾ ആ മരം ഒന്ന് നോക്കി പരമാവധി വില തരണം. ആ പ്ലാവിന്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും നടന്നു പോണ എനിക്ക് ആ മരം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കച്ചവടമായിട്ട് കാണുന്നുമില്ല. ഞാനൊരു 60,000 റുപ്യ തരാം. എന്താ, സമ്മതാണോ? ഇതൊരു 10,000 രൂപയുണ്ട്. ബാക്കി പണം എന്താ വേണ്ടത്? ഒരു 10 ദിവസത്തിനുള്ളിൽ. അബുക്ക കാര്യങ്ങളെല്ലാം നീക്കിക്കോളൂ. ബാക്കി പണം ആ സമയത്ത് കിട്ടിയിരിക്കും. ശരി. പിലാവ് ജോൺസന് വിറ്റു 60,000 ഉറുപ്പിയാക്ക്. 10,000 ഉറുപ്പിയ അഡ്വാൻസും തന്നു. മനുഷ്യന്മാര് ആരൊക്കെയാ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുന്നു പറയാൻ പറ്റൂല. ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇത് അകത്തുകൊണ്ട് വെക്ക്. ഇനി ഒരു 40,000 ഉറുപ്പിയ കൂടി കിട്ടിയാ ട്രാവൽസിലെ പൈസ കൊടുക്ക. കുറച്ച് ചില്ലറ കയ്യിലും വേണ്ടേ? തിരിച്ചു വരുമ്പോ ആൽക്കക്കാർക്ക് കൊടുക്കാൻ കുറച്ച് കാരക്കെങ്കിലും വാങ്ങിക്കണ്ടേ? എന്റെ കാതിലും കഴുത്തിലും കൂടെ ഒരു 3 പവനെങ്കിലും കാണും. ഇന്നത്തെ വിലക്ക് ഒരു 10-30,000 ഉറുപ്പിയെങ്കിലും ഇതിന് കിട്ടില്ലേ? എത്ര പവന്റെ പണ്ടങ്ങളുണ്ടായിരുന്നതാ. എല്ലാം വിറ്റിട്ടും പണയം വെച്ചിട്ടും ഞാൻ തന്നെയല്ലേ കളഞ്ഞത്. ഒന്നും നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എന്റെ കഴുത്ത് കിടന്നിരുന്ന 5 പവന്റെ ചവിടി സത്താറിനെ പ്രസവിക്കുന്ന സമയത്താ അത് വിറ്റത്. എന്നാലും വേണ്ടേ അയച്ചു. പിന്നെയും ഒരു 10-15,000 റുപ്യ. ഐസു, എന്റെ കയ്യിൽ എന്തിനാ, നിങ്ങൾ തന്നെ വെച്ചോ. ഒരു മാസത്തോളമുള്ള യാത്രയല്ലേ. എന്നായാലും ഐറ്റിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ. ഒറ്റക്കാവുമ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ. 4 കാലികളായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാം ഐസു. യാത്ര പറച്ചിലുകളും പൊരുത്തം വാങ്ങലും.
ഈ കണ്ടംകുന്നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സുലൈമാന്റെ വീട് എവിടെയാ? ഈ സ്ഥലക്കച്ചവടമൊക്കെ നടത്തുന്ന ദാ ആ കാണുന്ന വീടാ. ആ 1 കിലോ നേന്ത്രപ്പഴം, ആ. 1 പാക്കറ്റ് ബിസ്ക്കറ്റ്. ആ ശരി. എത്ര രൂപയായി? 36 റുപ്യ. ഓ, ഒരു കിലോ പഴവും 1 പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി. പഴത്തിന് കണ്ടംകുന്നിനേക്കാൾ 2 റുപ്യ കുറവാ. പിന്നെ നമ്മളെ കാണുമ്പോൾ സുലൈമാൻ എങ്ങനെയായിരിക്കും പെരുമാറുക? എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നമ്മൾ ഓരോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ പോണത് പൊരുത്തം വാങ്ങിക്കാനല്ലേ? ഇത് ആരൊക്കെയോ പഠിച്ചോനെ? ആയിസൂത്ത, അബൂക്ക, ഇങ്ങക്ക് വൈമാറിപ്പോയതൊന്നും അല്ലല്ലോ. സുഖാണോ റാബിയെ? ആ സുലൈമാൻ ഇല്ലേ ഇവിടെ? വാ അബൂക്ക, അകത്തുണ്ട്, വാ. ഇക്ക, സുലൈമാനിക്ക. അല്ലാ, ഇതാരാ? ഞാൻ ഈ കാണുന്നത് കിനാവല്ലല്ലോ റാബിയ. ഇങ്ങളെ കുറിച്ച് 2 ദിവസം മുമ്പും ഇവർ പറഞ്ഞിരുന്നു. ഇരിക്കുക അബുക്ക. റാബിയ, അബുക്കക്ക് ഇരിക്കാൻ. വേണ്ട മോളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തു പറ്റി സുലൈമാനെ? റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ വണ്ടിയുടെ ടയറ് കയറി ഒരു കരിങ്കല്ല് തെറിച്ച് ഇവിടെ കൊണ്ടതാ. 2 മാസം ബോധമില്ലാതെ മംഗലാപുരത്ത് ഒരു ആശുപത്രി കിടന്നു. എല്ലാവരും മരിച്ചു എന്ന് കരുതിയതാ. നിൽക്കാൻ പറ്റില്ല. ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ തല ഒരു വശത്തോട്ട് പോവും. ശരീരത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലില്ലാത്തതുപോലെ. നിങ്ങളെന്തായി സുത്ത എന്നോടൊന്നും മിണ്ടാത്തത്? ഞാനും വയസ്സും ഇക്കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായതല്ലേ. സുലൈമാന്റെ പൊരുത്തം വേണം ഞങ്ങൾക്ക്. നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അളവി കുറഞ്ഞ 2 സെന്റ് ഏത് ഭാഗത്ത് നിന്നാ തിരിച്ചു പിടിക്കാന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളുടെ പറമ്പാ. അള്ളാൻ്റെ ഭൂമിക്ക് ആധാരം ഉണ്ടാക്കി, എന്നിട്ടതിന് അതിര് കെട്ടി അത് തിരിച്ചും പറിച്ചും കച്ചവടം ചെയ്ത് ജീവിക്കായിരുന്നു ഞാൻ. പിടിച്ചു പറിച്ചതും പെട്ടിപ്പിടിച്ചതും എല്ലാം പോയി. കിടക്കണ ഈ മണ്ണ് പോലും ഇപ്പൊ പണയത്തില്ല. അബുക്ക, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നരകിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പടച്ചോൻ എന്നെ ഇങ്ങനെ കിടത്തിയത്. ഇപ്പോ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ ഞാൻ മരിച്ചു പോയിന്നറിഞ്ഞ എന്റെ പൊരുത്തം കിട്ടാതെ നിങ്ങൾക്ക് സങ്കടാവൂലേ? നിങ്ങൾക്ക് വേണ്ടി മാത്രമാ പടച്ചോന്റെ ആയുസ് നീട്ടിയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നടക്കാനല്ല ബുക്ക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെട്ടെന്ന് മരിച്ചു കിട്ടാൻ. എന്താ സുലൈമാനെ നീ പറയുന്നത്? നിങ്ങൾ പോയിട്ട് വാ ബുക്ക. എന്റെ പൊരുത്തവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആർക്കും വേണ്ടാതെ കിടന്ന താഴത്തങ്ങാടി പള്ളിയിൽ ഇപ്പോ നിറയെ ആളുകളാ.
ഉസ്താദിന്റെ മക്കാമിലെ ദിവസം 10,000 ഉറുപ്പ്യന്റെ വരുമാനം ഉണ്ടെന്നേ. പുതിയ കമ്മിറ്റി കയറാനേ ആൾക്കാർ മത്സരിക്കാന്നാ കേക്കണത്. നമ്മൾ അബൂട്ടി ഉസ്താദിന്റെ മക്കാമില്ല. ഉസ്താദിനെ കാണാൻ വരുന്നോരു ഓനും കൊടുക്കും 5ഉം 10ഉം. ആ ഉസ്താദിനെ കുറ്റം പറഞ്ഞ് നടന്നവരെന്നെയാ അപ്പൊ ഉസ്താദിന്റെ ആളുകൾ. ഏതായാലും ഉസ്താദിന്റെ മയ്യത്ത് നമ്മൾ വിട്ടുകൊടുത്തത് മോശമായിപ്പോയി. ഉസ്താദ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ച ആളല്ലേന്ന് അമ്മുഞ്ഞെ നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഹൈദരെ ഇങ്ങനെ? ഉസ്താദ് മരിച്ച പിന്നെ എന്താന്നറിയില്ല. എനിക്ക് ആകപ്പാടെ മോളിന്ന് ചില നേരത്ത് ഉസ്താദ് ഹൈദരേന്ന് വിളിക്കുന്ന പോലെ തോന്നും. അടുത്ത ആഴ്ച ഞാൻ ഹജ്ജിന് പോവും. നിനക്ക് ഞാൻ കാശ് വല്ലതും തരാനുണ്ടോ ഹൈദരെ? ഞാൻ തരാൻ മറന്നുപോയതോ മറ്റോ? നിങ്ങൾ ഇതുവരെ ഈ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചായേന്റെ കാശ് മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാനും സമ്മതിക്കൂല. കാശ് കൂടുതലുണ്ടെങ്കിലേ ഞങ്ങളുടെ കാശ് കൂടി കൊടുത്തോ. അല്ലാണ്ട് എന്താ പറയാ? അവരുടെ കാശും കൂടി എടുത്തോളൂ ഹൈദരെ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? എടുത്തോളൂ ഹൈദരെ. നാളെ ചിലപ്പോ അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ? പോണേന് മുമ്പ് ഞാൻ വരാം. മമ്മൂഞ്ഞേ, മൊയ്തീനെ, ഓ വരട്ടെ. ആ ട്രാവൽസിന്റെ പാക്കേജിലാ അബൂക്ക ഹജ്ജിന് പോണത്. ഇയാളെ കയ്യിലിടുന്ന ഇതിനത്ര പൈസ ഒസാമ ബില്ലാദൻ മണി ഓർഡറായിട്ട് അയച്ചു കൊടുത്തത്. നിങ്ങളൊക്കെ ആരാന്റെ പസാദും പറഞ്ഞു വല്ലോനും വാങ്ങിച്ചു തന്നത് കുടിച്ചും തിന്ന് നടക്കുമ്പോ ആ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിക്കായിരുന്നു. അയാളുടെ ഒരു ഹജ്ജിന് 1000 ഹജ്ജിന്റെ പുണ്യം കിട്ടും. എന്റെ ആജിക്ക നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. 8 വരക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ 0 വരക്കുക. ഞാൻ 8 വരയ്ക്കണത് ഇങ്ങനെ 2 പൂജ്യം ഇട്ടിട്ടാണ്. 8 വെച്ചും വരക്കാണ്ട് ലൈസൻസ് കിട്ടില്ല. അങ്ങനെയാണ് തീവണ്ടിയുടെ ഡ്രൈവർമാർക്ക് ലൈസൻസ് കിട്ടൂലോ. എല്ലാം തലതിരിച്ചാ. വച്ചിന്ന് താഴോട്ട് വന്ന സെക്കൻഡാ, വച്ചിന്ന് മുകളിലോട്ട് പോയല്ലേ സെക്കൻഡ് വരേണ്ടത്. പോകാനും വരാനും ഒരു വണ്ടി വേണമെന്ന് കാസിമിനോട് പറഞ്ഞപ്പോ ഓനൊരു കാറ് വാങ്ങി തന്നു. ഓടി നടന്ന് ഡ്രൈവർമാരെ നോക്കിയപ്പോ ഓന് ശമ്പളം 7,000 ഉറുപ്പ്യ. എന്നാ ഇതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനും ചിന്തിച്ച്. എളുപ്പല്ലട്ടാ. എന്തായി ഇന്റെ കാര്യങ്ങള്? പടച്ചോൻ അനുഗ്രഹിച്ച അടുത്ത ആഴ്ച ഞങ്ങൾ ഹജ്ജിന് പോകും. നിങ്ങൾ വരുന്നുണ്ടോ ഈ കൊല്ലം? പാസ്പോർട്ട് ഞാൻ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ നല്ല ചൂടാന്നാ പറയുന്നത്. ഹജ്ജിന് 2 ദിവസം മുമ്പ് ടിക്കറ്റ് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാസിമിന്റെ പുതിയ വീടിന്റെ താക്കോലും ബൂട്ടും വിജാവിരിയും ഒക്കെ അവിടുന്ന് വാങ്ങിക്കാന്നാ അവൻ പറയുന്നത്. ഹജ്ജിന്റെ സമയമാകുമ്പോ ലഗേജിലും എന്തൊക്കെയോ കുറവുണ്ട്. ഓൻ തുടങ്ങി. കിട്ടിയ അവസരം ബെക്കിട്ട് കയറി ചെക്ക മുതലാക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അബു, കാസിമിന്റെ ഫോൺ നമ്പറാ. അവിടെ എത്തി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ മതി. നീ ഇനി 8ന്റെ കാര്യം നമ്മളോട് പറയണ്ട. അതൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. 9 വേണേൽ നമ്മളെടുക്കാം.